മറ്റൊരു വലിയ സാങ്കേതിക വിപ്ലവത്തിന്റെ വക്കിലാണ്. ഒരു കാലത്ത് കൃത്രിമ ബുദ്ധി എന്നത് ഗവേഷണശാലകളിലും പരിശീലന കമ്പ്യൂട്ടറുകളിലും മാത്രം കണ്ടിരുന്ന ഒരാശയമായിരുന്നു. എന്നാൽ ഇന്ന് AI ഉപഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്യുന്നതിലും ഡ്രോണുകളുടെ കൂട്ടായ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വിവരങ്ങൾ ക്രമീകരിച്ച് നൽകുന്നതിലും അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ഉപയോഗിക്കപ്പെടുന്നു. ഈ മാറ്റത്തിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമായി മാറുകയാണ് ഇറാന്റെ എയ്റോസ്പേസ് മേഖല. സ്വന്തം സാങ്കേതിക വിദഗ്ധരെയും ഗവേഷകരെയും ആശ്രയിച്ച് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, ഇമേജ് പ്രോസസിംഗ്, സ്വയംഭരണ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇറാൻ ആഭ്യന്തരശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം AI ഒരു ഒറ്റ സാങ്കേതിക വിദ്യയായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. സെൻസറുകൾ വിവരങ്ങൾ ശേഖരിക്കുന്നു, കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ ആ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു, മെഷീൻ ലേണിംഗ് പാറ്റേണുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു, ആശയവിനിമയ ശൃംഖലകൾ ഈ വിവരങ്ങൾ വിവിധ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒടുവിൽ മനുഷ്യ ഓപ്പറേറ്റർമാർക്ക് വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന തരത്തിൽ വിവരങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. അതായത് AIയുടെ യഥാർത്ഥ പ്രാധാന്യം മനുഷ്യനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുന്നതിലല്ല, മറിച്ച് സെൻസറിംഗ്, വിശകലനം, ഏകോപനം, തീരുമാന പിന്തുണ എന്നീ ഘട്ടങ്ങളെ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായി ബന്ധിപ്പിക്കുന്നതിലാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ AIയുടെ പ്രധാന സാധ്യതകളിലൊന്ന് സംയോജിത കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളിലാണ്. ഒരു ആധുനിക വ്യോമ പ്രതിരോധ ശൃംഖലയ്ക്ക് റഡാർ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി വിവിധ ഉറവിടങ്ങളിൽ നിന്ന് നിരന്തരം വിവരങ്ങൾ ലഭിക്കുന്നു. ഓരോ സെൻസറും ഒരു വലിയ ചിത്രത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. അതിനാൽ ഈ വ്യത്യസ്ത വിവരങ്ങളെ ഒരൊറ്റ പ്രവർത്തന ചിത്രമാക്കി മാറ്റുക എന്നത് നിർണായകമാണ്. പയാമ്പർ ഇ അസം, ഫക്കൂർ തുടങ്ങിയ ഇറാനിയൻ സംവിധാനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളിൽ സെൻസറുകൾ, കമാൻഡ് സെന്ററുകൾ, പ്രതിരോധ യൂണിറ്റുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ആഭ്യന്തര സോഫ്റ്റ്വെയർ, ആശയവിനിമയ ഘടന എന്നിവയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യുക, ലഭിക്കുന്ന വിവരങ്ങളെ ഏകീകരിക്കുക, ഭീഷണികൾക്ക് മുൻഗണന നൽകുക, മനുഷ്യ ഓപ്പറേറ്റർമാർക്ക് തീരുമാന പിന്തുണ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. AIയുടെ പങ്ക് വലിയ അളവിലുള്ള വിവരങ്ങളിൽ നിന്ന് പ്രസക്തമായ പാറ്റേണുകൾ വേഗത്തിൽ കണ്ടെത്തുന്നതിലാണ്. ഇറാന്റെ AI വികസനത്തിന്റെ സൈനികേതര വശം കാണിക്കുന്ന പ്രധാന ഉദാഹരണമാണ് ടിക്സ്നഗർ വികസിപ്പിച്ചെന്ന് വിവരിക്കപ്പെടുന്ന SAPM എന്ന സാറ്റലൈറ്റ് ഒബ്സർവേഷൻ സംവിധാനം. ഇതിന്റെ അടിസ്ഥാന ആശയം വളരെ ലളിതമാണ്. ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണം വിവിധ സ്പെക്ട്രൽ ബാൻഡുകളിലൂടെ രേഖപ്പെടുത്തുന്നു. സസ്യങ്ങൾ, വെള്ളം, മണ്ണ്, കെട്ടിടങ്ങൾ, പുക തുടങ്ങിയവ ഓരോ തരംഗ ദൈർഘ്യത്തോടും വ്യത്യസ്തമായി പ്രതികരിക്കുന്നു. ഈ വ്യത്യാസങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് വിശകലനം ചെയ്യാൻ കഴിയും. മെഷീൻ ലേണിംഗ് ചേർന്നാൽ ഈ പ്രക്രിയ കൂടുതൽ ശക്തമാകുന്നു. മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ചിത്രങ്ങളും ഗ്രൗണ്ട് ഡാറ്റയും ഉപയോഗിച്ച് മോഡലുകൾ പരിശീലിപ്പിക്കാം. തുടർന്ന് പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ കൃഷിഭൂമി, ജലാശയങ്ങൾ, സസ്യസമ്മർദ്ദം, തീപിടുത്തം തുടങ്ങിയ പ്രതിഭാസങ്ങൾ തിരിച്ചറിയാൻ കഴിയും. സബ്മിന്റെ മറ്റൊരു പ്രധാന ഘടകം GIS പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ പ്രോസസ് ചെയ്ത വിവരങ്ങൾ മാപ്പുകളായും ഡേറ്റാബേസുകളായും റിപ്പോർട്ടുകളായും അവതരിപ്പിക്കാം. ഇതോടെ അസംസ്കൃത ഉപഗ്രഹ ചിത്രം ഒരു ഉപയോഗപ്രദമായ ഭൂമിശാസ്ത്ര വിവര സംവിധാനമായി മാറുന്നു. AIയുടെ മറ്റൊരു ശ്രദ്ധേയമായ മേഖല മൾട്ടി UAV അഥവാ ഒന്നിലധികം ഡ്രോണുകളുടെ ഏകോപിത പറക്കലാണ്. ഒരു ഡ്രോൺ മാത്രം ഒരു നിശ്ചിത പാത പിന്തുടരുന്നത് താരതമ്യേന ലളിതമാണ്. എന്നാൽ നിരവധി ഡ്രോണുകൾ ഒരേ സമയം സുരക്ഷിതമായി പറത്തണമെങ്കിൽ അവയുടെ സ്ഥാനം, ഉയരം, വേഗത, ദിശ, പരസ്പര അകലം എന്നിവ നിരന്തരം ഏകോപിപ്പിക്കേണ്ടി വരും. ഇറാനിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഇത്തരം സംവിധാനങ്ങളിൽ ഡസൻ കണക്കിന് ഡ്രോണുകൾ ഏകോപിത രൂപീകരണങ്ങളിലും ആകാശ പ്രദർശനങ്ങളിലും പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പിന്നിൽ സ്വയംഭരണ ഫ്ലൈറ്റ് അൽഗോരിതങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, പാത ആസൂത്രണം, രൂപീകരണ നിയന്ത്രണം, പിഴവ് കൈകാര്യം ചെയ്യൽ തുടങ്ങിയ സാങ്കേതിക വിദ്യകളുണ്ട്. ഇതേ അടിസ്ഥാന ആശയങ്ങൾ ദുരന്ത നിവാരണം, സർവേയിങ്, ഇൻഫ്രാസ്ട്രക്ചർ പരിശോധന, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം തുടങ്ങിയ സിവിലിയൻ മേഖലകളിലും ഉപയോഗിക്കാനാകും. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിലും AI, ഇമേജ് പ്രോസസിംഗ് തുടങ്ങിയ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. 2025 അവതരിപ്പിച്ച ഖാസിം ബാസിർ മിസൈലിനെ കുറിച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥർ GPS-നെ ആശ്രയിക്കാത്ത മാർഗനിർദ്ദേശവും മെച്ചപ്പെട്ട കൃത്യതയും അവകാശപ്പെട്ടിരുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇമേജിംഗ് അടിസ്ഥാനത്തിലുള്ള ടെർമിനൽ സെൻസറിംഗ് ശേഷി ഉൾപ്പെടുന്നു. ഇവിടെ AIയുടെ സാധ്യത മനസ്സിലാക്കേണ്ടത് ഉയർന്ന തലത്തിലാണ്. ഒരു ഇമേജിംഗ് സെൻസർ പരിസരത്തെക്കുറിച്ച് ദൃശ്യ വിവരങ്ങൾ നൽകുന്നു. കമ്പ്യൂട്ടർ വിഷൻ സാങ്കേതിക വിദ്യയ്ക്ക് ആ വിവരങ്ങളിൽ നിന്ന് പ്രസക്തമായ വസ്തുക്കളെയും പാറ്റേണുകളെയും തിരിച്ചറിയാൻ സഹായിക്കാം. എന്നാൽ ഇത്തരം സാങ്കേതിക വിദ്യകളുടെ യഥാർത്ഥ കഴിവുകളെക്കുറിച്ചുള്ള പല അവകാശവാദങ്ങളും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന ഉദാഹരണം AI സഹായത്തോടെയുള്ള ഏരിയൽ മാപ്പിംഗ് സംവിധാനങ്ങളാണ്. ക്യാമറകൾ ഉപയോഗിച്ച് ശേഖരിക്കുന്ന ചിത്രങ്ങളെ മെഷീൻ വിഷൻ അൽഗോരിതങ്ങൾ വിശകലനം ചെയ്യുന്നു. കൃഷിയിൽ സസ്യങ്ങളുടെ സ്വഭാവം, ഇലകളുടെ നിറം, ഭൂമിയുടെ ടെക്സ്ചർ തുടങ്ങിയ സവിശേഷതകൾ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. നിർമ്മാണം, സർവേയിങ്, പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങിയ മേഖലകളിലും സമാനമായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് AI മുഴുവൻ ഡ്രോണിനുള്ളിൽ പ്രവർത്തിക്കണമെന്നില്ല എന്നത് തന്നെയാണ്. ചില സംവിധാനങ്ങളിൽ ചിത്രങ്ങൾ
UAV ശേഖരിക്കുകയും യഥാർത്ഥ മെഷീൻ ലേണിംഗ് വിശകലനങ്ങൾ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നടക്കുകയും ചെയ്യാം. അതിനാൽ ഇത് പൂർണ്ണ സ്വയംഭരണ വിമാനത്തേക്കാൾ AI സഹായമുള്ള ഏരിയൽ സെൻസറിംഗ് പ്ലാറ്റ്ഫോമായി കാണുന്നതാണ് കൂടുതൽ കൃത്യം. ഇറാന്റെ എയ്റോസ്പേസ് മേഖലയിൽ AI വളർച്ചയെ ഒറ്റപ്പെട്ട സാങ്കേതിക പദ്ധതികളുടെ കൂട്ടമായി മാത്രം കാണുന്നത് അത്ര പര്യാപ്തമല്ല. ഉപഗ്രഹങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നു, AI അവയെ ഭൂമിശാസ്ത്ര വിവരങ്ങളാക്കി മാറ്റുന്നു, UAV-കൾ ആകാശ ചിത്രങ്ങളെ വിശകലനം ചെയ്യുന്നു, ഒന്നിലധികം ഡ്രോണുകൾ ഏകോപിതമായി പ്രവർത്തിക്കുന്നു, കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ വിവിധ സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങളെ ഒരൊറ്റ പ്രവർത്തന ചിത്രമാക്കുന്നു. നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ സെൻസിംഗ് സാങ്കേതിക വിദ്യകളുമായി കൂടുതൽ സംയോജിതമാക്കുന്നു. അതുകൊണ്ട് ഇറാന്റെ AI യാത്രയുടെ ഏറ്റവും വലിയ പ്രാധാന്യം മനുഷ്യനെ മാറ്റിസ്ഥാപിക്കുന്ന പൂർണ്ണ സ്വയംഭരണ യന്ത്രങ്ങളുടെ സൃഷ്ടിയിലല്ല, മറിച്ച് സെൻസിംഗ്, ഡാറ്റ കമ്പ്യൂട്ടറിംഗ്, ആശയവിനിമയം, മെഷീൻ ലേണിംഗ്, തീരുമാന പിന്തുണ എന്നിവയെ ഒരൊറ്റ സാങ്കേതിക പരിസ്ഥിതിയായി ബന്ധിപ്പിക്കുന്നതിലാണ്. സൈനിക മേഖലയ്ക്കപ്പുറം കൃഷി, പരിസ്ഥിതി നിരീക്ഷണം, ദുരന്ത നിവാരണം, നാവിഗേഷൻ, വിഭവ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലും ഇതേ സാങ്കേതിക അടിത്തറ ഉപയോഗിക്കാനാകും. ലോകമെമ്പാടും എയ്റോസ്പേസ് വ്യവസായം കൂടുതൽ ബുദ്ധിപരവും ഡാറ്റ അധിഷ്ഠിതവും സ്വയം ഭരണപരവുമായ സംവിധാനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇറാന്റെ ആഭ്യന്തര AI വികസനങ്ങൾ ആഗോള സാങ്കേതിക മത്സരത്തിന്റെ മറ്റൊരു പ്രധാന വശം വ്യക്തമാക്കുന്നു. ഭാവിയിലെ എയ്റോസ്പേസ് ശക്തി വിമാനങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും എണ്ണത്തിൽ മാത്രം അളക്കപ്പെടില്ല, അവ ശേഖരിക്കുന്ന വിവരങ്ങളെ എത്ര വേഗത്തിൽ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നതിലും അത് നിർണ്ണയിക്കപ്പെടും.